അവനാണെങ്കിൽ ഇപ്പൊ ഈ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയ പേജും ഉണ്ട്, ബിക്കോസ് ഹി റിയലി ലൈക്സ് മ്യൂസിക്. അപ്പൊ മ്യൂസിക് ഇഷ്ടപ്പെടുന്ന, നന്നായിട്ട് അത് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളെ പിടിച്ചിട്ട് ഞാൻ ഒന്നും കൊടുക്കാതിരുന്ന ഞാൻ അവനോട് ചെയ്യുന്ന ദ്രോഹമാണ്. അപ്പോൾ അത്യാവശ്യം ഞാൻ അവൻ എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഞാൻ പക്ഷേ അവനോട് അവൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കും എൻ്റെ ഹസ്ബൻഡിനും കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഫോണിലും എല്ലാം അറിയാൻ പറ്റും, എനിക്കും എല്ലാം അറിയാൻ പറ്റും. പക്ഷെ ഇന്ന് വരെ നമ്മൾ വേണ്ടാത്ത രീതിയിൽ ആളുടെ സ്ക്രൂട്ടനൈസ് ചെയ്ത് എന്താണ് അവൻ നോക്കുന്നത്, ഇല്ല എന്താ ഒന്നുമില്ല. അവരുടെ ഫ്രണ്ട്സിന്റെ ചാറ്റ് എല്ലാം ഞങ്ങൾക്ക് കാണാം, പക്ഷെ നമ്മളതൊന്നും നോക്കാറില്ല. വി ഗിവ് ഹിം ആംപിൾ ഫ്രീഡം. അപ്പോൾ ആ ഒരു ഫ്രീഡം നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് ഗോഡ്സ് ഗ്രേസ് ഈ മൊമെന്റ് വരെ അതിൽ നിന്ന് അങ്ങ് പോകാനായിട്ട് അവൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ടൈം കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒപ്പം രമ്യ, ഞാൻ ഭയങ്കരമായിട്ട് ഇപ്പം ഇങ്ങോട്ട് ട്രിവാൻഡ്രത്തേക്ക് ഞാൻ മാറാനുള്ളൊരു കാരണം തന്നെ കൂടുതൽ ആളെ ഫിസിക്കലി ആക്റ്റീവ് ആക്കാനും മ്യൂസിക്കിലേക്ക് കൂടുതൽ ആക്റ്റീവ് ആക്കാനും ഉള്ളൊരു ശ്രമം ഞാൻ നടത്തുന്നുണ്ട്. എന്നെ കൊണ്ടാവുന്നതിന്റെ പരമാവധി നല്ലൊരു റുട്ടീൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ രണ്ടുപേർക്കും ഇപ്പം ഒരാൾക്ക് ഇഷ്ടം ഒന്നും കൂടെ അക്കാഡമിക്സ് ആണ്, ചെറിയ ആൾക്ക് മ്യൂസിക്കിനെക്കാട്ടി താല്പര്യം അതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക്, അതാണ് ആ ഒരു സിറ്റിയിലേക്ക് മാറിയതിന്റെ ഒരു ഗുണം അവിടെ ഉണ്ട്. മൂത്താളെ ഇപ്പൊ ഡ്രംസ് ആണെങ്കിലും കീബോർഡ്, ഇതൊക്കെ ആളുടെ തന്നെ താല്പര്യത്തിന് പോകുന്ന കേട്ടോ, ഒന്നും എന്റെയോ ഹസ്ബൻഡിന്റെയോ ഒരു കമ്പൾഷൻ കൊണ്ടല്ല. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് സമയം മാത്രമേ സ്ക്രീനിൽ കിട്ടുന്നുള്ളൂ. ഞാൻ പറഞ്ഞു, നീ കളിച്ചോ, എല്ലാം ചെയ്തോ, പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം. നീ തന്നെ നിന്റെ റുട്ടീൻ ഉണ്ടാക്കുക. ഇതുവരെ അതുകൊണ്ട് നമുക്കൊരു പ്രോബ്ലം. ഇത് ഞാൻ കമ്പൽ ചെയ്ത് പിടിച്ച് വാങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ലടാ, നമ്മളുമായിട്ടൊരു ഭയങ്കര ഡിസ്റ്റൻസ് വരും.